ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് രാഹുൽ ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. അതേസമയം 10-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്നും വാദം കേൾക്കും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ തിരുവനന്തപുരം നിന്ന് ആർ ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ, ഈ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് ഈ കേസ്, ഈ ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ളവ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഒപ്പം തന്നെ ഈ ഇര പരാതി നൽകിയത് നേരിട്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനൊരു പീഡനം എന്നുള്ള ഇതിൽ പെടുത്താൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പീഡനം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. ഇത് രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഏത് അന്വേഷണവുമായി സഹകരിക്കാം, തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹം ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഈ കേസ് ഒതുക്കാൻ അല്ലെങ്കിൽ അത് സ്വാധീനിക്കാനൊക്കെയുള്ള ഇടയുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷനും വാദിക്കുന്നു. ഇന്ന് ജസ്റ്റിസ് K ബാബു അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 10-ാം നാളും ഒളിവിലാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് അതിനിർണായകവുമാണ്. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ഇനി തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരം. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ പരാതി നൽകിയ അതിജീവിതയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ക്രൈംബ്രാഞ്ചാണ് ആദ്യ ഘട്ടത്തിൽ ഉയർന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘമാണ്. രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. പോലീസ് ആസ്ഥാനത്തെ AIG G പൂക്കുഴിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി അന്വേഷിക്കുന്നത്. മൊഴി നൽകാൻ തയ്യാറാണെന്ന വിവരം അന്വേഷണ സംഘത്തെ ഇമെയിൽ മുഖേന ഈ അതിജീവിത അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഉടൻ മൊഴിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ മൊഴിയെടുപ്പിനും മറ്റുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെന്ന കാര്യവും പോലീസിൽ നിന്ന് നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ പരാതിയിലും ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ നിര കൂടുതൽ പരിങ്ങലാകും. ആദ്യ പരാതിയേക്കാൾ വ്യത്യസ്തമായ ക്രൂരമായ ലൈംഗിക പീഡനവും ബലാത്സംഗവുമാണ് ഈ രണ്ടാമത്തെ അതിജീവിത നേരിട്ടത് എന്നതാണ് പരാതിയിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ചില സൂചനകളും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ഈ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. മൊഴിയെടുക്കുന്നതോടുകൂടി ഈ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഗുരുതരമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരത്തെ കോടതി പരിഗണിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം ആരംഭിച്ചെങ്കിൽ ഇന്ന് വാദം തുടരുമെന്നാണ് സൂചന. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. SKN. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറിലും ലഭിക്കുമെന്നാണ് വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.